കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി M മുകേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുനലൂരിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. പുനലൂർ പട്ടണത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ചെറു പ്രകടനങ്ങളായി ജനങ്ങൾ യോഗം നടക്കുന്ന മാർക്കറ്റ് ജംഗ്ഷനിൽ എത്തിച്ചേർന്നു. ജനാധിപത്യത്തെ ഹനിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നടക്കാനുണ്ട്. ഞാൻ വിശാലമായി പറഞ്ഞു മണ്ഡലങ്ങളിലാണ് ഇലക്ഷൻ കഴിഞ്ഞത്. ഇനി 26-ാം തീയതി ഏതാണ്ട് അതിനടുത്തുള്ള മണ്ഡലങ്ങളിലാണ് ഇലക്ഷൻ നടക്കുന്നത്. ഇന്ത്യൻ ഇലക്ഷൻ സമാധാനപരമായി നടത്തി തീർക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഇന്ത്യയിൽ അപൂർവം സംസ്ഥാനങ്ങളിൽ മാത്രമേ ഒരു ഘട്ടമായി ഇലക്ഷൻ നടക്കുന്നുള്ളൂ. അതിലൊന്ന് കേരളമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അലക്ഷണമുണ്ട്, ഇവിടെ ഒരു ജനാധിപത്യ പാകതയുണ്ട്, ഇവിടെ സമാധാനപരമായി ഇലക്ഷൻ നടത്താനുള്ള. തുടർന്ന് നടന്ന പൊതുയോഗം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇതിനു മുമ്പ് നടന്ന 17 തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമാണ്. ഞാനിങ്ങനെ പറയുമ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ചില പ്രായമുള്ള ആളുകൾക്ക് തോന്നുന്നു എല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാവരും പ്രസംഗിക്കുമ്പോൾ ആമുഖമായിട്ട് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് എന്ന് തന്നെയാണ്. ഇപ്പോഴും 18-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾ പറയുന്നു വളരെ പ്രധാനപ്പെട്ടതാണ്. പണ്ട് നരി വരുന്നു എന്ന് പറഞ്ഞിട്ട് ആളെ കൂട്ടി ഓരോ പ്രാവശ്യവും ആളുകൾ കൂടി കൊടുക്കുന്നില്ല. അവസാനം നരി വന്നപ്പോൾ എല്ലാപ്പോഴും പറയുന്ന പോലെ നരി വന്നു എന്ന് പറഞ്ഞിട്ട് ഒരാളും തിരിഞ്ഞു നോക്കിയില്ല. അവസാനം നരിയെ നേരിടാൻ ഒറ്റക്കാവാതെ കൊണ്ട് വിജയപ്പെട്ടു. ഇത് ഞാനിവിടെ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രദമായി നിങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട, 18-ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പാർലമെന്ററി വ്യവസ്ഥയുടെ ചരിത്രത്തിൽ അവസാനത്തെ തെരഞ്ഞെടുപ്പായിട്ട് മാറും. പ്രാധാന്യം മനസ്സിലായില്ല. ഈ ഇങ്ങനൊരു വോട്ടവകാശം, വോട്ടിൻ്റെ വിനിയോഗം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഉണ്ടാവാതിരിക്കുക എന്നതാണ് ദുരന്തം. കാരണം ഇന്നത്തെ ഇന്ത്യയെങ്കിലും നിലനിൽക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട ഗണേശ് ഇവിടെ സൂചിപ്പിച്ചു. എന്നാൽ RSSും BJPയും സംഘപരിവാർ വിഭാഗവും ആഗ്രഹിക്കുന്നത് ഈ ഭരണഘടന വേണ്ട, ഈ മതനിരപേക്ഷ ഉള്ളടക്കം വേണ്ട, ഈ പാർലമെന്ററി വ്യവസ്ഥ വേണ്ട, ഫെഡറൽ സംവിധാനം വേണ്ട, ഇതൊന്നും ഇല്ലാത്ത ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തി ചാതുർവർണ്ണ വ്യവസ്ഥ നടപ്പിലാക്കാൻ യാതൊരു മടിയുമില്ലാതെ പച്ചയായി നിലപാട് സ്വീകരിക്കുമെന്ന് വിശദീകരിക്കുന്നവരാണ് സംഘപരിവാർ വിഭാഗം, RSS, BJP. അവരാഗ്രഹിക്കുന്നത് ഹിന്ദുത്വ അജണ്ടയാണ്. ഹിന്ദു അല്ല ഹിന്ദുത്വ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും ഹിന്ദു എന്ന് പറയുന്നതിൻ്റെ ഒരു മറുവാക്കാണ് ഹിന്ദുത്വ. അല്ല, അത് വർഗീയതയുടെ പര്യായമാണ്. ഹിന്ദുമതത്തിലെ ഒരു വിഭാഗം സംഘടിതരാവുകയും രാഷ്ട്രീയാധികാരത്തിലേക്ക് മതത്തെ കൂടി ചേർത്ത് അധികാരത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ നെറുകയിലെത്തുന്ന പ്രക്രിയക്കാണ് വർഗീയത എന്ന് പറയാം. ആ വർഗീയതയുടെ ഒരു പേരാണ് ഹിന്ദുത്വ. ഹിന്ദുത്വ എന്ന് പറയുന്നത് ഫാസിസമാണ്. ഒരു ദിവസം കൊണ്ട് 1947 ആഗസ്റ്റ് 17 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്നത് പോലെ
ഇത്രാം തീയതി മുതൽ ഇന്ത്യയിൽ ഫാസിസം വന്നു എന്ന് പറയാൻ പറ്റില്ല. ഫാസിസത്തിന്റെ ആശയങ്ങളും നിലപാടുകളും ഇന്ത്യയിൽ തുടങ്ങിയിട്ട് 100-101 വർഷമായി. അല്ലെങ്കിൽ ഈ ഹിന്ദുത്വ അജണ്ട മുന്നോട്ടേക്ക് വെക്കാൻ തുടങ്ങിയത് 1923 സവാർക്കർ. അതിനും 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് RSS രൂപീകരിച്ചത് 1925. അടുത്ത വർഷമാകുമ്പോൾ 100 വർഷമാകുകയാണ്. സഖാക്കളെ, ഞാൻ പറയുന്നത് ഒരു 100 വർഷമായിട്ട് ഇന്ത്യൻ മനസ്സിൽ വളരെയേറെ സങ്കീർണമാക്കപ്പെട്ട ഈ ഹിന്ദുത്വ അജണ്ട അടയാളപ്പെടുത്താൻ തുടങ്ങിയിട്ട് സമയമായി. കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദിയുടെ ഭരണത്തിലൂടെ നമുക്ക് നന്നായിട്ട് മനസ്സിലായി ഇവർ ഫാസിസത്തിലേക്ക് രാജ്യത്തെ നയിക്കാനാണ് ശ്രമിക്കുന്നത്. ഫാസിസം എന്ന് പറയുന്നത് അടിമുടി ആയുധവൽക്കരിക്കപ്പെട്ട ഭരണകൂടം. നമ്മുടെ ജനാധിപത്യ സംവിധാനമൊന്നുമില്ല, തദ്ദേശ സ്വതന്ത്ര സ്ഥാപനം പോലുമില്ല. നേരിട്ട് മനുഷ്യനെ കീഴ്പ്പെടുത്തുക, മനുഷ്യൻ്റെ നെഞ്ചിൻ്റെ മേലെ ഏറ്റവും പ്രധാനപ്പെട്ട തൂക്കിൻ്റെ പാത്തി വെച്ച് ഭീഷണിപ്പെടുത്തുക, കൊല്ലുക, ഇതെല്ലാം ചേരുന്നതാണ് ഫാസിസം. അതാണ് ഹിന്ദുത്വ. ഈ ഹിന്ദുത്വ അജണ്ടയെ പ്രതിരോധിക്കാൻ നമുക്കാവുന്നില്ല എങ്കിൽ പിന്നെ ഈ ഇന്ത്യയില്ല. LDF പുനലൂർ അസംബ്ലി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് M. സലീം അധ്യക്ഷനായിരുന്നു. ദേശീയ കൗൺസിൽ അംഗം മുല്ലക്കര രത്നാകരൻ ഇന്ത്യ മരിക്കണമോ ജീവിക്കണമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ഇലക്ഷനിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഡോക്ടറാണ്. ഒരു വോട്ടർ ഒരു ഡോക്ടറാണ്, വോട്ട് ഒരു മരുന്നാണ്. ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ വെന്റിലേറ്റർ സഹായത്തോടെ ജീവിക്കുന്ന മതേതരത്വ ജനാധിപത്യ ഇന്ത്യക്കുള്ള മരുന്നാവണം വോട്ട്. ആ മരുന്നാവണമെങ്കിൽ ആ വെന്റിലേറ്ററിൽ നിന്ന് അഴവോടെ ആരോഗ്യത്തോടെ ഇന്ത്യ തിരിച്ചു വരണം. ഈ വോട്ട് കൊണ്ട് തിരിച്ചു വരണമെങ്കിൽ ഇന്ത്യയെ അകത്ത് വെന്റിലേറ്ററിൽ കൊണ്ടിട്ട BJPയും നരേന്ദ്രമോദിയും പുറത്തു പോകണം. അപ്പൊ ഈ ഇലക്ഷനിൽ പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഒന്നാമത് പോകുമ്പോൾ വലതുപക്ഷ സ്വഭാവം പുലർത്തുന്ന, പൊതുമേഖല വിൽക്കുന്ന, പട്ടിണിക്കാരന്റെ കണ്ണുനീർ കാണാത്ത, രാജ്യത്തിന്റെ സാധാരണ മനുഷ്യന്റെ നൊമ്പരങ്ങൾ ഏറ്റുവാങ്ങാത്ത, കർഷകനെ മറക്കുന്ന, രാജ്യത്തെ ചതിക്കുന്ന, അഴിമതിയിൽ കുളിക്കുന്ന ഒരു ഭരണകൂടം 2009-14 കാലത്തെ പോലെ ആരും നോക്കാനില്ലാതെ ഉണ്ടാവരുത്. അത് അവർ രാജ്യത്തെ ചതിക്കാതിരിക്കാൻ നരേന്ദ്രമോദി മാറി വരുന്ന ഭരണാധികാരി ഒരു കൂട്ടായ്മയുടെ ഭാഗമായിരിക്കും. ആ കൂട്ടായ്മക്കാർ ജനത്തെ ചതിക്കരുത്. സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ രാവിലെ പ്രതിപക്ഷ നേതാവ് എണീച്ചിരുന്ന് മുഖ്യമന്ത്രിയെ കുറ്റം പറയും. ആ മുഖ്യമന്ത്രി ഇപ്പം രാജിവെക്കണം. എല്ലാ ദിവസവും രാവിലെ കേൾക്കുന്നതായിട്ട് നമ്മൾ എന്നും കേൾക്കുന്ന, രാവിലെ എണീക്കുമ്പോൾ കാക്ക കരയുന്ന കേൾക്കും എന്ന് പറയുന്ന കണക്ക് എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു സാധനമാണ് മുഖ്യമന്ത്രി രാജിവെക്കണം. ആരാ? 11:30 മണിയാകുമ്പോൾ സതീശൻ പറയും. സതീശൻ പറഞ്ഞു വരുമ്പോൾ 12:15 സുരേന്ദ്രൻ വരും. സുരേന്ദ്രന് ഇത് തന്നെയാണ് ആവശ്യം. പക്ഷേ രണ്ടുപേരും പറയുന്ന ഒരേ മാറ്റർ തന്നെ, പക്ഷേ 2 ഈണത്തിലാണെന്നുള്ളത്. 2 ഈണമാണ്, പക്ഷെ ഒന്ന് തന്നെ പറയുന്നത്. ഒരേ തൂവൽ പക്ഷികളാണ്. നമ്മൾ രണ്ടുപേരും തമ്മിൽ വ്യത്യാസമല്ല, രൂപത്തിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്, പറയുന്ന കാര്യം ഒന്ന് തന്നെ, രണ്ടുപേരും ഒരേ കാര്യം പറയും. ഇവിടെ ഇപ്പം രാഹുൽ ഗാന്ധി അദ്ദേഹം എന്തുകൊണ്ട് 15 വർഷക്കാലം മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പിൻവാതിലിൽ നിന്ന് കർട്ടന്റെ ചരട് വലിച്ചത് അദ്ദേഹത്തിന്റെ പ്രിയ മാതാവ് കൂടെയല്ലേ, ശ്രീമതി സോണിയാഗാന്ധി അല്ലേ? എന്തുകൊണ്ട് അഴിമതിയില്ലാത്തൊരു ഭരണം കാഴ്ചവെക്കാൻ മൻമോഹൻ സിംഗിനോട് പറഞ്ഞില്ല? ഒന്നാം UPA സർക്കാരിന് ഇടതുപക്ഷത്തിന്റെ പിന്തുണയുള്ളതുകൊണ്ട് അഴിമതി കുറവായി പിടിച്ചു നിർത്തി, പല സ്ഥലത്തും പിടിച്ചു നിർത്തി. LDFന്റെ പിന്തുണ ഉണ്ടായിരുന്നു അന്ന്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതങ്ങ് പോയി. രണ്ടാം സർക്കാർ വന്നപ്പോൾ അവർക്ക് സർവ്വസ്വാതന്ത്ര്യമായി. അവരെ ഇന്ത്യ മുഴുവൻ കൊള്ളയടിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രതിഫലനമാണ് അവർക്ക് പകരം ആര് എന്നുള്ള നിലയിൽ BJPയെ ഇന്ത്യയിൽ അധികാരത്തിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് BJPയെ ഇന്ത്യയിൽ അധികാരത്തിൽ കൊണ്ടുവന്നതിൽ കോൺഗ്രസ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. അദ്ദേഹം ഇന്ന് കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, വടക്കേ ഇന്ത്യയിൽ പോയി മത്സരിക്കും. കാരണം എന്തറിയോ, കുഞ്ഞാലിക്കുട്ടിക്ക് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം പ്രതിദാനം ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പതാക വരെ ഉടുപ്പിൻ്റെ അടിയിൽ മുണ്ടിൻ്റെ അടിയിൽ ഒളിച്ചു വെച്ചിരിക്കുക.
മുണ്ടുകൊടുക്കുന്നതിനടിയിൽ പതാക ചുറ്റിയിട്ടുണ്ട്. കാരണം വേറെ നല്ല ഇത് പുറത്തെടുക്കുക. രാഹുൽ ഗാന്ധി പോകുന്നവരെ ഇത് പുറത്തെടുക്കും. എന്തോ ഒരു ഗതികേടെന്ന് ആലോചിക്കണം. മുസ്ലിം ലീഗിന്റെ വോട്ട് വാങ്ങിച്ചാണ് ഭൂരിപക്ഷം തികച്ച് പലപ്പോഴും കോൺഗ്രസ് കേരളം ഭരിച്ചിട്ടുള്ളത്. യു ഡി എഫിലെ കോൺഗ്രസിനേക്കാളും ഉറപ്പുള്ള വോട്ട് കയ്യിലുള്ളത് മുസ്ലിം ലീഗിലേക്കാണ്. ആ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ആരെങ്കിലും, പുനലൂരുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കാര്യം വളരെ ലജ്ജാവഹമാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോ പാർട്ടിക്കാരും അഭിമാനം കൊള്ളുന്ന അവരുടെ പാർട്ടിയുടെ പതാക ഉയർത്തിപ്പിടിച്ച് ഈ ഗുലാബ് സിന്ദാബ എന്ന് വിളിക്കുമ്പോഴാണ്. ഇവിടെ മുല്ലക്കരച്ചേട്ടൻ പറഞ്ഞു ചുവന്ന കൊടി പിടിക്കുന്നവൻ പാർലമെന്റിൽ പോകണം. അപ്പൊ ചുവന്ന കൊടി പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ പാർട്ടി പ്രവർത്തകരും, അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയുടെ കേരള കോൺഗ്രസിന്റെ കൊടി ചുമപ്പും വെള്ളയും അത് പിടിക്കാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ ഒരു ആഗ്രഹം മുസ്ലിം ലീഗുകാർക്ക് കാണത്തില്ലേ പച്ച കൊടി പിടിക്കണമെന്ന്. മുസ്ലിം ലീഗിന്റെ പതാക പുറത്ത് കാണിച്ചാൽ BJP-ക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് പേടിച്ച് അത് എടുക്കരുതേ പുറത്ത് എന്ന് പറയുമ്പോൾ വയനാട്ടിൽ എടുക്കാതെ മുണ്ടിന്റെ അടിയിൽ ഒളിച്ചു കെട്ടുന്ന കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കും, എങ്ങും വെക്കാക്കൂല. അപ്പൊ മുണ്ടിന്റെ അടിയിൽ കെട്ടി, ഷട്ടിന്റെ അടിയിൽ കെട്ടിയിട്ട് താത്തിട്ട് പച്ചക്കൊടി കൊണ്ടുവന്നിട്ടുണ്ട്. സ്വന്തം പാർട്ടിയുടെ പതാക കോൺഗ്രസിന് വേണ്ടി ഉയർത്തിപ്പിടിക്കാൻ പോലും കോൺഗ്രസിനെ ഭയന്ന് BJP-യെ ഭയക്കുന്ന കോൺഗ്രസിന് വേണ്ടി ആ പതാക ഉയർത്തിപ്പിടിക്കാൻ കഴിയാതെ പോകുന്ന മുസ്ലിം ലീഗുകാരുടെ ഗതികേട് കണ്ടിട്ടാണ് ഇന്ന് ബഹുമാനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും, രാഹുൽ ഗാന്ധി ഒന്ന് വടക്കേന്ത്യയുടെ പോയി പ്രധാനമന്ത്രി കഴിഞ്ഞ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയാവാൻ വേണ്ടി തൃശ്ശൂരിൽ മത്സരിക്കുന്ന ആള് പോലീസ് അമിത്ഷായെ മാറ്റി നിർത്തി ആഭ്യന്തരമന്ത്രിയാണ്, ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ പോകുന്നത്. പോലീസ് യൂണിഫോമിൽ എടുത്ത് വെച്ചേക്കും, അയാ പോലീസ് വേഷമിട്ട മന്ത്രി എന്ന് പറഞ്ഞിട്ട്. എന്തെല്ലാം തമാശകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നറിയാമോ? എവിടെ ചെന്നാലും മന്ത്രിയാകാൻ മത്സരിക്കുന്നവർ വോട്ട് ചെയ്യാൻ ലോകത്ത് നാണമില്ലാതെ എഴുതി വെച്ചത് കേരളത്തിലെ ഈ ഇലക്ഷനിൽ BJP-ക്കാരും NDA-ക്കാരും മാത്രമേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുകയല്ലേ, തമ്മിൽ ഭിന്നിപ്പിക്കുകയല്ലേ. CPM ജില്ലാ സെക്രട്ടറി S സുദേവൻ, PS സുബാൽ MLA, സംസ്ഥാന കമ്മിറ്റി അംഗം K രാജഗോപാൽ, സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S ജയമോഹൻ, നേതാക്കളായ MA രാജഗോപാൽ, S ബിജു, VP ഉണ്ണികൃഷ്ണൻ, M ഷാജു, SM ഷെരീഫ്, തടിക്കാട് ഗോപാലകൃഷ്ണൻ, ജലീൽ ബഞ്ചേമ്പ, കുതിരച്ചിറ രാജശേഖരൻ എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ജോർജ് മാത്യു സ്വാഗതം പറഞ്ഞു. ഷൈൻ ബാബു നന്ദി പ്രകടനം നടത്തി. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.